നെക്സ്റ്റ് ഡേ ട്രാവലിംഗ് 4:25 രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിരാവിലെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല. കുറച്ച് നേരം ഒന്ന് വെളുത്ത് കഴിഞ്ഞിട്ടാണ് വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. സിയ നല്ല ഉറക്കത്തിലാട്ടോ പുറകിൽ കിടന്നിട്ട്. പിന്നെ ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു. ഒരു ഡബിൾ ഓംലെറ്റ് ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചു. കയ്യിൽ ഫുഡ് ഉണ്ടായിരുന്നു, ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് ഓർത്തിട്ട് പിന്നെ ഒന്ന് ഫ്രഷ് ആവുകയും കൂടി ചെയ്യുമല്ലോ, ഒന്ന് ഇറങ്ങി കയറുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചായ കുടിക്കാൻ നിർത്തി. ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ല. കൂടുതലും ട്രാവലിങ്ങിലുള്ള വീഡിയോസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സൂര്യൻ നല്ല ഉദിച്ച് വരുന്നുണ്ട്. നല്ല നെൽപ്പാടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ക്യാമറയിൽ അത്ര ഭംഗി തോന്നിച്ചില്ലെങ്കിലും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതിനിടയ്ക്ക് തെങ്ങും ഒക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു. സൂര്യനും നമ്മൾ പണ്ട് ചിത്രം വരയ്ക്കുന്ന പോലെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ഈ വഴിക്ക് വരുമ്പം ഒരൊറ്റ ടണലേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ആ ടണലൊക്കെ പാസ്സായി ഞങ്ങളിങ്ങ് പോന്നു. ആ ഡേ ഞാൻ അധികം വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ നിന്നില്ല. പിന്നെ ഇത് ഇവിടെയായിട്ടൊരു ഡാമൊക്കെ ഉണ്ട്. അവിടെ നിർത്തണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് മിസ്റ്റായിരുന്നു. അപ്പോൾ ഒന്നും കാണില്ല. വീഡിയോ എടുത്താലും വ്യൂസൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പിന്നെ അവിടെ നിർത്തി സമയം കളയണ്ടെന്ന് വിചാരിച്ചിങ്ങ് പോന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് പപ്പ ഗുണ്ടിൽപേട്ടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ട് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വണ്ടി പപ്പയ്ക്ക് അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്തു. പപ്പയാണ് പിന്നെ അവിടെ നിന്ന് വണ്ടി ഓടിച്ചത്. പിന്നെ അവിടെ ബോർഡൊക്കെ വന്നു, വെൽക്കം ടു കേരള വയനാട് എന്നൊക്കെ പറഞ്ഞിട്ട്. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അവിടെ എത്തുമ്പോൾ തന്നെ ഒരു രസമാണ്. കാട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ഹോം ടൗണായ കേണിച്ചിറയിൽ എത്തിയിട്ടുണ്ട്. അപ്പം അവിടുത്തെ പുതിയ കട വന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പപ്പ പറയുന്നു. സിക്കുട്ടിന് പറഞ്ഞു നിനക്ക് ഫ്രൈഡ് റൈസ് മേടിക്കുന്ന കട അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ അവിടെ വീഡിയോ ഒക്കെ ഞാൻ നല്ല സെറ്റായി എടുക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നപ്പോഴാണ് മുന്നിൽ തന്നെ ഒരു വണ്ടി. അയാൾക്ക് എങ്ങോട്ട് പോകണം എന്നുള്ള ഫുള്ള് കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു അയാൾ. റൈറ്റിൽ ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിലേക്ക് പോകുന്നു. അങ്ങനെ ഫുള്ള് കൺഫ്യൂഷനായിരുന്നു ആ ചേട്ടന്. അതുകൊണ്ട് എൻ്റെ വീഡിയോ അത്ര സെറ്റായില്ല. പിന്നെ അങ്ങനെ പോയി വീട്ടിലേക്ക് എത്തുന്ന വഴിയിലെത്തിയപ്പോഴത്തേക്കും ബസ്സും കൊണ്ട് വട്ടം വെച്ചു. എന്തെന്ന് പറയാനാ. അങ്ങനെ അവസാനം വീട്ടിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടോ. ഇതാണ് എൻ്റെ വീട്. അപ്പം വയനാട്ടിലെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ.